അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വലിയൊരു ബർഗർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. വെജും നോൺ വെജൊക്കെ കൂടി മിക്സ് ചെയ്ത് നല്ല വലിയൊരു ബർഗർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഉണ്ട്, ബീഫിൻ്റെ സ്റ്റീക്ക് ഉണ്ട്, സോസേജ് പറഞ്ഞ സാധനമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവുന്നതും നല്ല വലിപ്പമുള്ളൊരു ബർഗർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആ ബർഗർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ബീഫിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു അല്പം ഉപ്പ്, ഇത് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാനുള്ളതാണ്. ഉപ്പ്, ഒരല്പം മുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ശരിക്കും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാൽ മതി. നമ്മൾ പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലിൽ ഗ്രിൽ ചെയ്തെടുക്കണം മാത്രം. ഇനി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ ഒന്ന് ഇതിൽ തേച്ച് പിടിപ്പിക്കും. ഇത് ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ മസാല പിടിക്കും. എന്നിട്ട് നമുക്ക് പിന്നെ ഗ്രിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിരിക്കട്ടെ. ഒരു 1/2-3 മണിക്കൂർ 1 മണിക്കൂറോളം റെസ്റ്റിലിരിക്കട്ടെ. അപ്പോൾ നല്ലോണം മസാല പിടിക്കും. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, ഇതിന് പകുതി മതിയാവും. കുറച്ച് പച്ചമുളക്, പാകത്തിന് ഉപ്പ്, അല്പം കുരുമുളക് പൊടി, അല്പം മുളക് പൊടി, ഒരല്പം വിനാഗിരി, ഒരല്പം സോയ സോസ്. ഇതിന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പോകണം. വറമുളക് പൊടിച്ചത് ഒരല്പം മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുട്ട, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാണ്ട് മതി. ഇതിന് അടച്ച് ഇതിനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഈ പരുവത്തിലായി. നമുക്ക് നമുക്ക് ഒരു പരത്താനായിട്ടൊരു പാത്രത്തിൽ വെക്കാം. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു കട്ട്ലേറ്റിൻ്റെ പരുവത്തിനാക്കിയിട്ടുണ്ട്. നമ്മളതെല്ലാം കൈ കൊണ്ട് ചെയ്തതാണ്. ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഒരല്പം മൈദ ഇതിന് കൊണ്ടിട്ട് കൊടുക്കുക. കാരണം അത് വലുതായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനത്തിനകത്ത് പിടിപ്പിക്കണം. കുറച്ച് മുട്ടയും കൂടി ഒഴിച്ച് ഒന്ന് ഇതാക്കി എടുക്കുക. അതിന് മുകളിൽ ഇനി കുറച്ച് കോൺഫ്ലേക്കേഴ്സ് ഇതിനകത്ത് അതിന് കൊടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ്. അപ്പോൾ നമുക്ക് കയ്യിലെടുത്താലും പൊട്ടില്ല. പിന്നെ അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴും പൊട്ടി വരില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് പതുക്കെ ചട്ടാമുട്ട് പൊട്ടാതെ എടുത്ത് ഇതിനകത്ത് ഇടണം. ഒരുപാട് ചൂടാകാനും പാടില്ല. കറക്റ്റാണ്. ഇനി ഇതൊരു സൈഡ് വെന്തിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം. ഒരുപാട് തീ കത്തിയാൽ ഇത് സംഗതി കരിഞ്ഞു പോകും. ഇനി നമുക്ക് പതുക്കത് തിരിച്ചിടാനുള്ള സംവിധാനം ചെയ്യാം. വെച്ചിട്ട് തിരിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇനി നമുക്കിതുപോലെ പ്ലേറ്റ് മുകളിലും കൂടി വെച്ചിട്ട് പതുക്കെ എടുക്കാനേ പറ്റുള്ളൂ ഇതിന്. എന്താ ഭംഗിയില്ലേ. ഇനി പതുക്കെ നമുക്കിതിന് നമുക്ക് ഒന്നുകൂടെ ഇതിനെ മറിച്ചിടാം. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി മറിക്കണമെന്നില്ല, കാരണം ഇത് നല്ലോണം മുറുകി. അടിപൊളി. ഇനി പൊട്ടിപ്പോയില്ല അത്. നമുക്കിത് എടുക്കാം. മതി. ഓക്കെ, നമുക്കിത് നമ്മുടെ ബീഫിന് വെച്ച് കൊടുക്കാം.
ഒരു 5 മിനിറ്റ് ചൂടായത് ഇതിന് മറിച്ചിടണം. അപ്പോൾ കറക്റ്റായിട്ട് 2 സൈഡും വേവുള്ളൂ. ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. ബീഫ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഈ കോലെന്തിനാ നമ്മൾ വെച്ചത്, ഇതില്ലെങ്കിൽ ചുരുങ്ങിയിട്ടാണ് ഈ സാധനം. അപ്പോൾ ചുരുങ്ങാതിരിക്കാനാണ് ഈ കോല് വെച്ചത്. എന്താ ചൂട്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ബീഫ്, ഇത് വെജ്, ഇത് ബീഫിൻ്റെ നമ്മൾ ഗ്രിൽ ചെയ്ത പീസ്, സോസേജ്. ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, കാരണം ഇതൊക്കെ കൂടി കാണിക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ബർഗർ ബന്ന്, നമ്മളിത് കടയിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണത്. ഇത് നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ബേസിനൊരു ലെയർ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബേസാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട്. നമുക്ക് കുറച്ച് ചട്ടിയിൽ ബട്ടർ അപ്ലൈ ചെയ്യാം ആദ്യം. ഈ ബട്ടർ കൊണ്ടാണ് നമ്മൾ ബന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. നമുക്ക് ബന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിടാം. എടുക്കാം മതി. അടിപൊളി. ഇതിൽ നമുക്ക് കുറച്ച് മയണൈസ് അപ്ലൈ ചെയ്യാം. ഇത് ബർഗറിന് സ്പെഷ്യലായിട്ടുള്ള മയണൈസാണ്. അത് ഒരുപാട് വേണ്ട, ഒരു അളവിൽ. ഇനി നമുക്കിതിന് മുകളിൽ ലെറ്റ്യൂസ്, നമുക്ക് നമ്മുടെ കുക്കുംബറും വെച്ച് കൊടുക്കാം. അടുത്തത് ക്യാപ്സിക്കം, തക്കാളി. ഇനി നമുക്ക് ഇതിന് മുകളിലൊരു സോസ് ഒഴിക്കാം. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോസാണ്. കുറേ സോസുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയൊരു സോസാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീടൊരു ദിവസം ചെയ്യാം. മതി. നമുക്ക് ഇതിന് മുകളിൽ ചിക്കൻ്റെ കട്ട്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മുടെ സ്പെഷ്യൽ സോസ്, നമ്മൾ മിക്സ് ചെയ്ത സോസ് അല്പം, 2 ഉള്ളി ഇപ്പുറത്തെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഐസ്ബർഗ്, ഇതും നമ്മുടെ ലെറ്റ്യൂസ് പോലെ തന്നെ ഒരു സാധനമാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇതൊരു സ്പെഷ്യൽ സോസാണ്, അപ്പോൾ ഒഴിച്ചതല്ല അത്. ഇതിൽ റെഡ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും നാരങ്ങ നീരും കുരുമുളക് പൊടി ഇട്ടതാണ്. ഇനി നമുക്ക് ബീഫ് കട്ട്ലറ്റ് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ സംഗതി മറിഞ്ഞു വീഴും. ഇനി നമുക്ക് ഒരു ലെയർ കൂടി ബന്ന് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ബണ്ണ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നോക്കി ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കേട്ട മയണൈസ് തേച്ച് ബണ്ണ് വെച്ചു. ഇതിൻ്റെ മുകളിൽ നമുക്ക് ലെറ്റ്യൂസ്, വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ബീഫിൻ്റെ സ്റ്റീക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ സാധനങ്ങൾ മുകളിൽ വെക്കാതിരുന്നാൽ ഒക്കെ കൂടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിൽ കുറച്ച് മസ്റ്റാർഡ് സോസ്, ഇത് കുറച്ച് പുറത്തൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഭംഗി ഉണ്ടാവും ശരിക്കും. ഇതും ബർഗറിന് സ്പെഷ്യലായിട്ട് ഉള്ളൊരു മയോണൈസാണ്. ഇതിരിക്കട്ടെ. കുറച്ച് ചീസ് ലെയറും കൂടെ വെച്ച് കൊടുക്കണം.
ചൂടാക്കി എടുക്കണം, ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ബർഗർ സ്പെഷ്യൽ സോസ്. ഇനി നമുക്ക് സോസേജ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു സലാഡ് ഉണ്ടാക്കണം. നമ്മൾ അത് വെച്ച് കൊടുക്കണം. അല്പം സോസ് ഒഴിക്കാം. ഇത് നമുക്ക് വെജ് കട്ട്ലേറ്റ്. ഇനി സംഗതി പൊടിച്ചില്ലെങ്കിൽ വീഴും, പിടിച്ച് തരണം. ഒരല്പം സോസ് ഇതിന് മുകളിൽ ഒഴിക്കാം. സൈഡ് കൂടി ഇങ്ങനെ ഒഴുകി കിടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ബുൾസയും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2 ലെറ്റ്യൂസും കൂടി വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഒരു ബണ്ണ് വെച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാം. അങ്ങനെ കൈ വിട്ടൊന്നും വീഴുന്നില്ല, പക്ഷെ വീഴാനായതാണ്. അതിന് മുകളിൽ ക്ലോസിങ് ബണ്ണ്. നമുക്കൊരു കമ്പി കൂടെ കുത്തി നിർത്തിയാൽ സംഗതി പരിപാടി കഴിഞ്ഞു. അവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മുടെ ഇതിൻ്റെ അളവ് എത്രയുണ്ട് നോക്കാം. ഏകദേശം 32-33 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏകദേശം 32 സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിൻ്റെ ടോപ്പ് വരെ ബണ്ണിൻ്റെ. ഇവിടെ നമുക്ക് വരികയാണെങ്കിൽ ഏകദേശം 44 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആവുന്നതും ഹൈറ്റ് ആക്കിയതാണ്. ഇനി ഇതിന് മുകളിൽ ഹൈറ്റ് ആക്കിയത് മറിഞ്ഞ് കണ്ട് താഴെ വീഴും സാധനം. അപ്പോൾ നമ്മുടെ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും വായ കൊണ്ട് നമുക്ക് കടിച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് സൈഡിൽ നിന്ന് പതുക്കെ അങ്ങനെ കട്ട് ചെയ്യാം. പതുക്കെ എല്ലാ ഭാഗങ്ങളും വരുന്ന പോലെ കട്ട് ചെയ്യാം. അതിനകത്ത് നമ്മൾ അടിയിൽ തട്ട് വെച്ചത്. ഇതെന്തായാലും കട്ട് ചെയ്താലേ എല്ലാവർക്കും കഴിക്കാനും പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബർഗർ കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ പീസ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഇതിപ്പോൾ എല്ലാം കൂടി പിടിക്കാനും പറ്റില്ല. ഇപ്പോൾ സംഭവം സൂപ്പറാണ്. പക്ഷേ എല്ലാ സാധനവും കൂടി എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ചിക്കൻ കട്ട്ലേറ്റും ബ്രെഡും കുറച്ച് ലെറ്റ്യൂസും കിട്ടി. എത്ര കിട്ടിയുള്ളൂ? ബീഫിൻ്റെ കട്ട്ലേറ്റ് നോക്കും. കുറച്ചതൊക്കെ മുക്കി കഴിക്കുമ്പോഴാണ് ബീഫ് കട്ട്ലേറ്റ് കൊള്ളാം. സംഭവം എന്തായാലും അടിപൊളി. ഇത് ഒരാളെ കൂടെ രണ്ടാം കൂടെ എന്തായാലും തിന്ന് തീർക്കാൻ പറ്റാം. നമ്മൾ ചിക്കൻ്റെ കട്ട്ലേറ്റ് ഉണ്ടായിക്കാണും. ഇതന്നെ എത്ര വലിയൊരു സാധനമാണ്. ഈ പീസ് തിന്നാൽ തന്നെ ഒരാൾക്ക് മതിയാവും. പിന്നെ ഇത്രയും സാധനങ്ങൾ കഴിക്കാനല്ലേ. അതിനകത്ത് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഓംപ്ലേറ്റ് ഒക്കെ അന്യ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. വേറെ വഴിയില്ല. ഇതെന്തായാലും ഇങ്ങനെ കടിച്ചിങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവം തന്നെ അടിപൊളി. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നു. ഇനി ഹൈറ്റ് കൂട്ടിയാൽ അത് പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം നിർത്തി. ഇനി 1-2 സാധനങ്ങളും കൂടി വേണം നമുക്ക് വയ്ക്കാം. പക്ഷേ എല്ലാം കൂടെ അങ്ങ് മറിഞ്ഞ് വീണാൽ
എല്ലാം കുളവും. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഈ ഹൈറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം. നമുക്കിതിന് ചെറിയ ചെറിയ പീസായിക്കാണ്ട് അത് മിക്സ് ചെയ്തെടുക്കാം. മിക്സഡ് ബർഗർ. അപ്പോൾ എല്ലാ സാധനവും മിക്സായിങ്ങാണ്ട് പോരും. അങ്ങനെ സംഭവം നമ്മൾ ഇതിനൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ബ്രെഡും ബന്നും എല്ലാം കൂടെ അടിപൊളി. അടിപൊട്ടോ. വന്നോ പിള്ളേരെ, കഴിച്ചോണ്ടാ. അങ്ങനെ നമ്മുടെ സിംഗങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കത്തി വെച്ച് കീഴടങ്ങി ഇവിടെ. അങ്ങനെയുണ്ട് കുട്ടികളെ, അടിപൊളിയായിട്ടില്ല. എല്ലാം ഒത്തിരി കഴിച്ചു നോക്കട്ടെ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. ഇതെന്താ ശരിക്കും ബർഗർ ഇങ്ങനെ പിടിച്ച് കടിക്കുന്ന സാധനമാണ്, പക്ഷെ വലുതായതുകൊണ്ട് നമുക്ക് കടിക്കാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.